ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.3% ഇടിയുകയും ഇൻഡെക്സ് 24,750 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.39ഉം സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.17%വുമാണ് ഇടിഞ്ഞത്. ഇന്ന് ഇൻഡെക്സിൽ ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ നേരിട്ടത് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളാണ്. നിഫ്റ്റി മെറ്റൽ 1.5%തോളം ഇടിഞ്ഞ് ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. മെറ്റൽ ഇൻഡെക്സ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ നടന്നുവരുന്ന വ്യാപാര ചർച്ചകളിൽ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാളിച്ചകൾ ഉണ്ടായെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റോ ചൈനീസ് പ്രസിഡന്റോ നേരിട്ട് ഇടപെടേണ്ടി വരുമെന്നുള്ള US ട്രഷറി സെക്രട്ടറിയുടെ കമന്ററിയെ തുടർന്നാണ് ഇന്ന് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. അതുപോലെ തന്നെ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത്. ആദ്യം അമേരിക്കയുടെ ട്രേഡ് കോർട്ട് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫുകളെ ഇല്ലീഗൽ എന്ന് വിശേഷിപ്പിക്കുകയും നിർത്തലാക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അപ്പീൽ കോർട്ടിലേക്ക് നീങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ട്രേഡ് കോർട്ടിൻ്റെ ഓർഡർ അമേരിക്കൻ അപ്പീൽ കോർട്ട് സ്റ്റേ ചെയ്യുകയും താരിഫ് പ്ലാനുമായി മുന്നോട്ട് പോകുന്നതിന് ഡൊണാൾഡ് ട്രംപിന് അനുമതി നൽകുകയും ചെയ്തു. ഇന്ന് ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം 1974 ട്രേഡ് ആക്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെയും ആരും ഉപയോഗിക്കാത്ത ചില പ്രസക്ത ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങൾക്ക് മുകളിലും 150 ദിവസത്തേക്ക് 15%തോളം താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ പല രീതിയിലും പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി മെറ്റൽ എന്ന ഇൻഡെക്സ് 1.69% ഇടിഞ്ഞു. ജിൻഡാൽ സ്റ്റീൽ 4%, വേദാന്ത 3.55%, ഹിൻഡാൽകോ 2.5% ഇടിഞ്ഞു. NMDC, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിന്ദു കോപ്പർ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ 1 മുതൽ 2%തോളമാണ് ഇടിഞ്ഞത്. ഇന്നത്തെ ഇടിവ് കൂടാതെ മെറ്റൽ ഇൻഡെക്സ് മെയ് മാസത്തിൽ ഇതുവരെ 7%തോളം ഇടിയുകയും ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ സ്റ്റീൽ എക്സ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്ന ഇടിവാണ്. 2025 വർഷത്തെ ജനുവരി ഏപ്രിൽ ക്വാർട്ടർ നമ്മൾ പരിശോധിച്ചാൽ അവിടെ 2024 വർഷത്തെ ജനുവരി ഏപ്രിൽ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റീൽ എക്സ്പോർട്ട് 3.83 മില്യൺ ടണ്ണിൽ നിന്നും 2.62 മില്യൺ ടണ്ണായി ഇടിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ലാറ്റ് സ്റ്റീലിൻ്റെ സെയിൽസിലും അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്റ്റീലിൻ്റെ എക്സ്പോർട്ടും 3.09 മില്യണിൽ നിന്നും 1.81 മില്യനായി ഇടിയുകയും ചെയ്തു. JSW സ്റ്റീലിൻ്റെ ഡിമാൻഡിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടിൽ 38%വും ടാറ്റ സ്റ്റീലിൻ്റെ എക്സ്പോർട്ടിൽ 44%വും ഇടിവാണ് വന്നിരിക്കുന്നത്. ഇതിനുള്ള ഏറ്റവും പ്രധാന കാരണം ചൈന പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ചൈന ഗ്ലോബലി നടത്തുന്ന സ്റ്റീൽ ഡംപിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സ്റ്റീലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട്. കൂടാതെ ചൈനയുടെ എക്കോണമിയും ഒരു സ്ലോ ഗ്രോത്ത് ഫേസിലൂടെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നുള്ള ഡിമാൻഡ് കുറയുകയും ചൈനയിലും മെറ്റലിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്തു. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ സ്റ്റോക്കുകളിൽ പ്രകടമായിട്ടുണ്ടെങ്കിലും ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരും സമയങ്ങളിൽ ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിലെ കമ്പനികൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റീൽ സെക്ടറിലെയും മെറ്റൽ സെക്ടറിലെയും ചില സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട്. ചൈനയിലുണ്ടായിരിക്കുന്ന സ്ലോ ഡൗണിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 25-27 ഫിനാൻഷ്യൽ ഇയറിൽ മെറ്റൽ സെക്ടറിൽ തന്നെ 8 മുതൽ 10%തോളം വളർച്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ജെഫ്രീസ്, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റെയിൻലെസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിന് 200 രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രീസ് നൽകിയിരിക്കുന്നത്. കൂടാതെ JSW സ്റ്റീലിന് 1200 രൂപയുടെ ടാർഗറ്റും ജിൻഡാൽ സ്റ്റെയിൻലെസ്സിന് 800 രൂപയുടെ ടാർഗറ്റും കോൾ ഇന്ത്യക്ക് 485 രൂപയുടെ ടാർഗറ്റും നൽകി. ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്ക് ഇന്ന് 161 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 161 നിന്നും 200 രൂപയുടെ ടാർഗറ്റ് ടാറ്റ സ്റ്റീലിന് നൽകിയിട്ടുണ്ട്. JSW സ്റ്റീൽ 994 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1200 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ജിൻഡാൽ സ്റ്റെയിൻലെസ് 641 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 800 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കോൾ ഇന്ത്യക്ക് ബൈ എന്ന റേറ്റിംഗും 485 രൂപയുടെ ടാർഗറ്റും നൽകി. ഒട്ടുമിക്ക മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും 20% ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് ജെഫ്രീസ് നൽകിയിരിക്കുന്നത്. അതേസമയം ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ ടാറ്റ സ്റ്റീലിൽ 22 മുതൽ 29% വളർച്ചയും JSW സ്റ്റീലിൽ 23 മുതൽ 24% വളർച്ചയുമാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഹിൻഡാൽകോ ചൈനയിൽ ഉണ്ടായിരിക്കുന്ന അലൂമിനിയം ഡെഫിഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറുകയും
ഹിൻഡാൽകോ എന്ന സ്റ്റോക്കിന് ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹിൻഡാൽകോയ്ക്ക് ഏകദേശം 650 രൂപയ്ക്ക് അടുത്തുള്ള 633 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഹിൻഡാൽകോയ്ക്ക് 690 രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രീസ് നൽകിയിരിക്കുന്നത്. 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ 7 മുതൽ 10% CAGR കൂടിയുള്ള വളർച്ച അലൂമിനിയം സെക്ടറിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള പശ്ചാത്തലത്തിലാണ് ഹിൻഡാൽകോ എന്ന സ്റ്റോക്കിന് ജെഫ്രീസ് എന്ന റേറ്റിംഗ് ഏജൻസി ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്